അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഹഷർ 20 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന വിഷയം അള്ളാഹുവിൻ്റെ നിയന്ത്രണം ആണ് പ്രപഞ്ചത്തിൽ. അതോടൊന്നിച്ച് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ നമ്മുടെ ഒരു റിയാലിറ്റി, അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വയം വിചാരണ, അതുപോലെ തന്നെ അള്ളാഹുവിനെ മറന്നാൽ നമ്മളെ മറക്കും എന്ന ആയത്തൊക്കെ നമ്മൾ പഠിച്ചത് നമ്മളെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ആയത്തും പിന്നെ സമാനമായ അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. നമുക്ക് ആയത്തിലേക്ക് നോക്കിയാൽ 21-ാമത്തെ ആയത്ത്, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ. ലൗ എന്ന് പറഞ്ഞാൽ ഇഫ്, പിന്നെ അൻസൽന എന്ന് പറയുന്നത് ഇറക്കപ്പെട്ടാൽ, അവതരിപ്പിക്കപ്പെട്ടാൽ, നാം ഇറക്കിയാൽ, ഹാദൽ ഖുർആന ഈ ഖുർആൻ അലാ ജബലിൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ, ലറഅയ്തഹു നിനക്ക് കാണാം, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ല. ഖശിയത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആനിൽ ഭയത്തിന് കുറേ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഖൗഫ്, ഖശിയത്ത്. പിന്നെ അതിൽ ഖശിയത്ത് എന്ന് പറയുന്നത് ഒന്നിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലായി കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ആശ്ചര്യം, അല്ലെങ്കിൽ അന്നേരം നമുക്ക് തോന്നുന്ന ഒരു ഭയം എന്ന് വെച്ചാൽ ഒരു നമ്മളെ കടിക്കാൻ വരുന്ന ഒരു സിംഹത്തോട് തോന്നുന്നതല്ല, ഒരു മഹത്വം നമ്മുടെ ഉള്ളിൽ വരുമ്പം ഇംഗ്ലീഷിൽ ഔ എന്ന് പറയില്ലേ, AWE. അപ്പം അതിനെക്കുറിച്ചാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. അപ്പം ഖുർആൻ എങ്ങാനും അള്ളാഹു ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ എങ്ങാനും ഇറക്കുകയാണെങ്കിൽ നിനക്ക് കാണാം ആ പർവ്വതം ഖാശിയ അതിൻ്റെ വലുപ്പം മനസ്സിലാക്കിയിട്ട് പേടിക്കുകയും, മുത്തസദ്യ സദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ തുറക്കുക, പിളർക്കുക എന്ന 2 അർത്ഥം വരുന്ന പദമാണ്. ഖുറാനിൽ 3-4 സ്ഥലത്തെ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് വരാം. അപ്പം ഭയത്താൽ പിളരുന്നതായിട്ട് കാണാം. മിൻ ഖശിയത്തില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള ഖശിയത്ത് കാരണം അത് ആ പർവ്വതമൊട്ടാകെ പിളരുകയും ഭയക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. തിൽക്കൽ അംസാൽ മസൽ എന്ന് പറഞ്ഞ ഉദാഹരണമാണ്. തിൽക്കൽ അംസാൽ ഇതുപോലെയുള്ള ഉദാഹരണം, നളിരിബുഹ നാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലിന്നാസ്, നളിരിബുഹ ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നു, ലഅല്ലഹും യതഫക്കറൂൻ എന്തിനു വേണ്ടിയിട്ടാണ്? തഫക്കുർ, ഫിക്ർ ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ ഖുറാനിൽ ചിന്തക്ക് ഉപയോഗിക്കുന്ന കുറേ പദങ്ങളുണ്ട്. ഇപ്പോൾ അഖല് ഒരു പദമാണ്, തഫക്കുഹ്, തദബ്ബുർ, ഇങ്ങനെ കുറേ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഖുറാൻ അത് പ്രയോഗിച്ച സ്ഥലങ്ങൾ നോക്കിയാൽ ഓരോ അർത്ഥങ്ങൾ കാണാൻ പറ്റും. ഈ തഫക്കുഹ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഫിഖ്ഹ് ആണ്. തഫക്കുഹ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെ കാര്യങ്ങളെ ഇസ്ലാമിനെ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നതിനെയാണ് തഫക്കുഹ് എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ കാണുമ്പം അതിൽ നിന്നും ധാർമ്മികമായിട്ടൊരു നിയമം, ഒരു ചിന്ത നടത്തുന്നതിനെയാണ് തഫക്കുഹ് എന്ന് പറയുന്നത്. രണ്ടിനെയും ചേർത്ത് ചിന്തിക്കുന്നതാണ് തഫക്കുഹ്. തദബ്ബുർ എന്ന് പറഞ്ഞിട്ട് ഖുറാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഖുറാനെ കുറിച്ച്. അത് ഒരു വിഷയത്തിൽ ആഴത്തിൽ ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തദബ്ബുർ. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വിഷയമാണ്, നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഖുർആൻ യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ശൈലി നമ്മൾ മുന്നേയും സംസാരിച്ച വിഷയമാണ്. ഖുർആൻ ഒരു സാധാ ഗ്രന്ഥം പോലെയല്ല വിഷയങ്ങൾ പറയുന്നത്. ഖുർആൻ്റെ ശൈലി, ധാരാളം ശൈലികൾ ഖുർആനുണ്ട്. അത് തന്നെ ഒരു പഠന വിഷയമാണ്. ഇതിൽ ഖുർആൻ ഇതിന് തൊട്ട് മുന്നേയുള്ള ആയത്തുകളിൽ നമ്മളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആയത്തിലും പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അള്ളാഹു ഒരു പർവ്വതത്തിനെ ഉദാഹരിക്കുകയാണ്. മസല് ഇത് ഖുർആൻ്റെ ശൈലിയുടെ സൗന്ദര്യമാണ്. ഇംഗ്ലീഷിൽ മെറ്റഫോർ എന്നൊക്കെ പറയുന്നത്. മെറ്റഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇമാജിനേറ്റീവായിട്ട്, അതായത് ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ട്
പിന്നെ വേറൊരു കാര്യത്തെ വെച്ചുകൊണ്ട് ഒരു കാര്യത്തെ വിവരിക്കുകയാണ്. ആ പറയുന്നതായിരിക്കില്ല അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം, പക്ഷെ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, മറ്റൊന്നിനെ ഇതാക്കുന്നതിനാണ് മെറ്റഫോർ എന്ന് പറയുക. ആലങ്കാരികമായ പ്രയോഗം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ കല്ല് പോലത്തെ ഹൃദയം എന്ന് പറയുന്നത്. കല്ല് പോലത്തെ ഹൃദയം, ശരിക്കും കല്ലും ഹൃദയവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷെ കല്ല് പോലത്തെ ഹൃദയം എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. മൂർച്ചയുള്ള വാക്കുകൾ എന്ന് നമ്മൾ ചിലപ്പം ഉപയോഗിക്കും. ശരിക്കും വാക്കുകൾക്ക് മൂർച്ച ഇല്ല, പക്ഷെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മൂർച്ച എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പം ഇതേപോലെ ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഖുർആൻ മഴ, അതുപോലെ തന്നെ പിന്നെ മൃഗങ്ങൾ, പിന്നെ അങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മസലുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഖുർആനിൽ എണ്ണിക്കഴിഞ്ഞാൽ ഏകദേശം 83 തവണ ഖുർആൻ ഇതേ ശൈലിയിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്താ വിഷയം. ഇംഗ്ലീഷിൽ റെട്ടറിക് എന്ന് പറയും. റെട്ടറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് പെർസുവേഷനാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാറുണ്ട്, അത് പല രീതിയിൽ പറയാം. എങ്ങനെ ഏറ്റവും സുന്ദരമായി ഒരു ആശയം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത് ഒരു സ്കില്ലാണ്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലതരം പ്രയോഗങ്ങൾക്കാണ് റെട്ടറിക് എന്ന് പറയുക. അപ്പോൾ അതേപോലെ ആശയം വളരെ ഭംഗിയിൽ പറയാൻ വേണ്ടിയിട്ടാണ്, സംവേദനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പലതരം ശൈലികൾ ഉപയോഗിക്കുന്നത്. സൂറ സുമറിൽ 27-ാമത്തെ ആയത്തിൽ വലഖദ് ളറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഖുർആനിൽ പലതരം ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ലഅല്ലഹും യതദക്കറൂൻ എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിൽ അത് ഓർമ്മയുണ്ടാക്കാനും ഉത്ബോധിപ്പിക്കാനും വേണ്ടി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പലതരം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഖുർആൻ്റെ മറ്റൊരു ശൈലി കൂടെ ആയത്തിലുണ്ട്. അത് വിഷ്വലൈസേഷനാണ്, ചിത്രീകരണമാണ്. ഒരു കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചിത്രീകരിച്ച് കാണിക്കുക. അള്ളാഹുവിടെ പറയുന്നില്ല റഅയ്തഹു എന്നാണ്. നിങ്ങളത് കാണുകയാണെങ്കിൽ, ഖുർആൻ ഒരു പർവ്വതത്തിന് മുകളിൽ ഇറങ്ങുന്നു എന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ പർവ്വതം എന്താവും, അത് പൊട്ടിത്തകരുന്നതായിട്ട് കാണാം എന്നത് അള്ളാഹു വിഷ്വലൈസ് ചെയ്ത് പറയുന്നതാണ്. നമുക്ക് തരുന്ന പാഠങ്ങൾ, ഒന്നാമത്തെ പാഠം പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഒന്നാമത്തെ പാഠം, അള്ളാഹു സൗന്ദര്യം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു സൃഷ്ടാവാണ്. അള്ളാഹു തന്നെ സുന്ദരനാണ്. വെറുതെ എന്തോ ഒരു കാര്യം ഡ്രൈ ആയിട്ടൊരു പ്രസംഗം പോലെ ഇങ്ങനെ അച്ചടിച്ച് ഇങ്ങനെ പരലോകമുണ്ട്, ജീവിതമുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന സൃഷ്ടാവല്ല. വളരെ സുന്ദരമായിട്ട് ഏറ്റവും ഭംഗിയിൽ കാര്യം അവതരിപ്പിക്കുന്ന ഒരു സൃഷ്ടാവാണ്. അള്ളാഹിൻ്റെ സ്വഭാവത്തെ കൂടെ എന്ത് ചെയ്യുന്നു, അത് നമുക്ക് പറഞ്ഞു തരുന്നു. അതേപോലെ തന്നെ പിന്നെ സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴും നമ്മുടെ ഒരു ശൈലിയിൽ, എപ്പോഴും ഒരേ ശൈലിയിൽ സംസാരിക്കുക, വളരെ വരണ്ടതായി സംസാരിക്കുക എന്നതിലപ്പുറം വളരെ സുന്ദരമായിട്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു പർവ്വതം അത് പൊട്ടിപ്പിളരുന്നതായി കാണാം, അല്ലെങ്കിൽ ഒരു പൂവ്, ഒരു കവിത, ആ അർത്ഥത്തിൽ കൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഇത് തരുന്നൊരു പാഠമാണ്. രണ്ടാമത്, ഖുർആൻ മനസ്സിലാക്കാൻ ചിന്ത നിർബന്ധമാണ് എന്നത് ഈ ആയത്ത് പറയുന്നു. കാരണം അക്ഷരവായന നടത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഖുർആൻ എങ്ങനെയാണ് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങുക എന്ന് വായിക്കാനില്ല. അതുകൊണ്ടാണ് ലഅല്ലഹും യതഫക്കറൂൻ എന്നല്ലാഹു പറയുന്നത്. യതഫക്കറൂൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചിന്ത, നമ്മുടെ മൈൻഡ് അതിൽ അപ്ലൈ ചെയ്താലേ എന്താണ് അള്ളാഹു പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് തരുന്ന മറ്റൊരു സുന്ദരമായ പാഠം, നമ്മൾ ഈ ഖുർആൻ മനസ്സിലാക്കണമെന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ളൊരു സൃഷ്ടാവ് കൂടിയാണ് അള്ളാഹു. അല്ലെങ്കിൽ അള്ളാഹു ഒരു ശൈലിയിൽ പറഞ്ഞു തീർത്താൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും അള്ളാഹു എല്ലാ സ്റ്റൈലിലും എല്ലാ രീതിയിലും സ്വർഗത്തെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കുന്നത് നമുക്കിത് മനസ്സിലാകണം എന്നതിൻ്റെ ഉദ്ദേശം കൂടി അതിൻ്റെ ബാക്കിലുണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നാൽ ഈ ആയത്തിൻ്റെ ആശയം എന്തൊക്കെയാണ്? ഒന്ന്, പർവ്വതത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. പർവ്വതത്തിൻ്റെ പ്രത്യേകത, അത് ശക്തമാണ്, ഉറച്ചതാണ്, അത് വലുതാണ്. രണ്ട്, ഖുർആൻ അതിൽ അവതരിച്ചാൽ, ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങിയാൽ അതിൻ്റെ പ്രതിഫലനം അത് തകരുമെന്നാണ് അള്ളാഹു പറയുന്നത്.
എന്തുകൊണ്ടാണ് പർവ്വതം തകരുന്നത്? അത് ഖശിയത്തില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ മഹത്വം തിരിച്ചറിയുമ്പോഴാണ് അത് തകരുന്നത്. കഴിഞ്ഞ ആയത്തുകളൊക്കെ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെക്കുറിച്ച് അറിയണം, അള്ളാഹിൻ്റെ ഓർമ്മ നിലനിർത്തണം എന്ന വിഷയമാണ് പറയുന്നത്. ഇന്നത്തെ ആയത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ ഓർമ്മയും ഖുർആനും നമ്മളിൽ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങിയാൽ ആദ്യം സംഭവിക്കുന്നത് നമ്മൾ തകരും എന്നുള്ളതാണ്. പർവ്വതം നമ്മളാണ്, പർവ്വതം നമ്മുടെ ഹൃദയമാണ്, നമ്മളാണ് ഉറച്ച് കട്ടി പോലെ കല്ല് പോലെ ആയിപ്പോയത് നമ്മളാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഓർമ്മയും ഖുർആനും നമ്മളെ ഉള്ളിൽ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങിയാൽ ആദ്യം സംഭവിക്കുന്ന എഫക്റ്റ് നമ്മൾ തകരും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തകരുന്നത്? 2 റീസൺസ് ഉണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വലുപ്പവും മഹത്വവും നമ്മൾ ആലോചിച്ചാൽ, അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്താൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മളിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടത് നമ്മൾ തകരേണ്ടത്. ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മളിൽ എവിടെയോ ഇത് ഇറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ് എന്നതാണ് നമ്മൾക്ക് വായിക്കേണ്ടത്. ഇതിൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്താണ് എന്ന് ഞാൻ ആ ശാസ്ത്രജ്ഞൻ്റെ പേര് മറന്നുപോയി. ഇപ്പം ലീഡ് ചെയ്യുന്ന ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സിമ്പിളായിട്ട് പറയുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ വലുപ്പമാണ്, അറിവിൻ്റെ അപ്പുറം തേടാനുള്ള നമ്മളിൽ ഉണ്ടാക്കുന്ന വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ് പ്രപഞ്ചത്തെക്കുറിച്ച്. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളിൽ ആദ്യം വരേണ്ടത് എന്താണ്? നമ്മൾ തകരും, അള്ളാഹിൻ്റെ വലുപ്പവും അള്ളാഹിൻ്റെ മഹത്വവും ആലോചിക്കുമ്പോൾ. രണ്ടാമത്, അള്ളാഹു ഇത് പറയാനുള്ള കാരണം നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ ആലോചിച്ചാൽ പലപ്പോഴും അത് പർവ്വതം പോലെ, ഒരു മല പോലെ, ഒരു കല്ല് പോലെ ഉറച്ചതായി പോകുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഇതിന് സദഅ എന്ന് അള്ളാഹു മുതസദ്ദിഅൻ എന്ന് പറയുന്നത് ഖുർആൻ്റെ ഒരു അടിസ്ഥാന ആശയമാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഖുർആൻ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ വളർച്ചയുടെയും തുടക്കം ഒരു തകർച്ചയാണ്. എല്ലാ കൺസ്ട്രക്റ്റീവായിട്ടുള്ള വർക്ക് നടക്കുന്നതിൻ്റെ മുന്നേയും ഒരു ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്ലാമിൽ ഖുർആൻ എവിടെയോ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് തോന്നും. 2-3 ഉദാഹരണങ്ങൾ. സൂറ താരിഖിൽ 11-ാമത്തെ ആയത്തിൽ വൽ അർളി ദാത്തി സദഅ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. സദഅ സെയിം പ്രയോഗമാണ്. മഴ ഇങ്ങനെ മുകളിൽ നിന്ന് വന്നിട്ട് ഈ സസ്യങ്ങൾ മുളപ്പിക്കാൻ വേണ്ടി ഭൂമി എന്ത് ചെയ്യുന്നു? അത് പിളർന്ന് തുറന്നു കൊടുക്കുന്നു. അപ്പോൾ സസ്യങ്ങൾ എന്ന ഒരു പുതുജീവൻ വരുന്നതിന് മുമ്പേ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് പിളരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു നാമം അൽ ഫാലിഖ് എന്നാണ്. ഫാലിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിളർക്കുന്നവൻ എന്നാണ്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ എന്നാണ്. തീർച്ചയായും അള്ളാഹു ധാന്യമണികളെയും ഈന്തപ്പഴ കുരുവും പിളർക്കുന്നവനാകുന്നു. സൃഷ്ടിപ്പിനെ കാണിക്കുകയാണ്. സൃഷ്ടിപ്പാണ്, പക്ഷെ അതിലെന്താ സംഭവിക്കുന്നത്? പിളർക്കലാണ്. ഫാലിഖുൽ ഇസ്ബാഹ് എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫാലിഖുൽ ഇസ്ബാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ നിന്നും പകലിനെ പിളർത്തിയെടുക്കുന്നതാണ്. അങ്ങനെയാണല്ലോ പകൽ വരുന്നത്. ആദ്യം പകലെന്നത് പുതിയ സൃഷ്ടിപ്പാണ്, ഭയങ്കര അനുഭവമാണ്. പക്ഷെ അതിന് മുന്നേ നടക്കുന്നത് ഒരു പിളർക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് നമ്മുടെ ആദർശവാക്യം. അതിൻ്റെ ആദ്യം ഒരു പിളർക്കലാണ്, ആദ്യം ഒരു തകർക്കലാണ്. അത് ലാ ഇലാഹ ആണ്. ലാ ഇലാഹ നടന്നാലേ ഇല്ലല്ലാ എന്നത് സ്ഥാപിക്കപ്പെടാൻ കഴിയുള്ളൂ. എല്ലാ ഇലാഹ എന്ന് വെച്ചാൽ ഏതോ വിഗ്രഹത്തെക്കുറിച്ചല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ അള്ളാഹു ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഉള്ളിലുള്ള കുറേ ഇലാഹുകളെ തകർത്താലേ അത് സംഭവിക്കുള്ളൂ. ഒരു സൂഫി കവിതയിൽ പറയുന്നത് ഒഴിഞ്ഞ പാത്രത്തിൽ മാത്രമേ പുതുതായിട്ട് എന്തെങ്കിലും നിറക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. വളരെ കറക്റ്റാണ്. ഒഴിയാതെ എല്ലാം ഇങ്ങനെ നിറഞ്ഞ് പർവ്വതം പോലെ നിൽക്കുന്നിടത്ത് പുതിയൊരു അറിവും പുതിയൊരു ചിന്തയും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്കുള്ളിലേക്ക് പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഖുർആൻ എന്തൊക്കെയാണ് തകർക്കുന്നത്? ഇതാണ് നമ്മുടെ ഇതിലെ വിഷയം. നമ്മളിപ്പോൾ പറഞ്ഞത് സദാ എന്ന് വെച്ചാൽ തകർച്ച എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാത്തിൻ്റെയും എല്ലാ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഇതിൻ്റെയും തുടക്കം തകർച്ചയാണ് എന്നുള്ളതാണ്. ഈ റൂമി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ഇഫ് യു ആർ ഇറിറ്റേറ്റഡ് ബൈ എവറി റബ് ഹൗ വിൽ യു ബി പോളിഷ്ഡ് എന്നാണ്. നിങ്ങളൊരു ഒരു മിററാണെങ്കിൽ, നിങ്ങളൊരു കണ്ണാടിയാണെങ്കിൽ എല്ലാ തുടക്കലിലും നിങ്ങൾ അസ്വസ്ഥപ്പെടുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് മിനുസമാക്കുക എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഓരോ തകർക്കലുകളും ഒരു തരത്തിൽ എന്താണ് പോളിഷ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മൾ പുതുതായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് പറയും. ഖുർആൻ എന്തൊക്കെയാണ് തകർക്കുന്നത്? 2 കാര്യങ്ങളാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റും. 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഒന്നാമത് ഖുർആൻ തകർക്കുന്നത് നമ്മുടെ അറിവുകളാണ്.
നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങളാണ് ഖുർആൻ തകർക്കുന്നത്. ഈ ഫീലിംഗ് നമുക്ക് ഖുർആൻ ഓതുമ്പം വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഖുർആൻ ഓത്തിന് എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ നമ്മുടെ ധാരണകളെ, മുൻവിധികളെ, നമ്മുടെ ഉള്ളിലുള്ള അറിവുകളെ തകർക്കും. ഇത് ഭയങ്കര പ്രധാനമാണ്. കാരണം പലപ്പോഴും അറിവുകളെ കുറിച്ച് നമുക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. നമ്മളിപ്പം അറിഞ്ഞിട്ടുള്ളത്, നമ്മൾ പലയിടത്തും കേട്ടത്, നമ്മുടെ വളർന്ന സാഹചര്യം, നമ്മുടെ ഉപ്പ ഉമ്മ അധ്യാപകന്മാർ, നമ്മൾ കണ്ട കാര്യങ്ങൾ, നമ്മുടെ ദേഹേച്ഛ. ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മുടെ കണ്ണുകളുടെ ഒരു പ്രത്യേകത, നമുക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ അത് കാണുകയുള്ളൂ എന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് കണ്ണെല്ലാം കാണുന്നതാണ്. പക്ഷെ നമുക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ നമ്മുടെ കണ്ണുകൾ കാണുകയുള്ളൂ. അപ്പം അറിവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളിപ്പോൾ ഒരു 10, 40, 35 വയസ്സായ ആളാണെങ്കിൽ ഈ കാലയളവിൽ നമ്മൾ നേടിയ അറിവുകൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അത് പല സ്ഥലത്തും, ചിലപ്പോൾ നമ്മളൊരു സംഘടനയുടെ ഭാഗമാണെങ്കിൽ ധാരാളമായി നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ നേടിയ അറിവ്, ശരിയായ അറിവ് എന്നുള്ളത് വേറെ തന്നെ ഒരു സാധനമാണ്. ഇത് ചിലപ്പോൾ അതും ആകാം, നമ്മൾ നേടിയ അറിവ് ശരിയായ അറിവുമാകാം, അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വളരെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തിയാൽ പലതും നമ്മൾ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും കേട്ട അറിവാണ്. ഖുർആൻ മനസ്സിലിറങ്ങാൻ വേണ്ടിയിട്ട്, ഇത് ബേസിക് റൂളാണ്. ഖുർആൻ ഓതുമ്പം ഖുർആൻ മനസ്സിലിറങ്ങാൻ അറിഞ്ഞതിൽ നിന്നും മോചനം നേടിയാലേ ഖുർആൻ മനസ്സിലിറങ്ങാൻ തുടങ്ങുക പോലും ചെയ്യുള്ളൂ. ജിതു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചിന്തയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് അറിഞ്ഞതിൽ നിന്നും മോചനം നേടുക എന്നുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വല്ലാത്തൊരു വിശാലത നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഓൾറെഡി അറിഞ്ഞതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഖുർആൻ ഇറങ്ങാൻ തുടങ്ങൂല. ഖുർആൻ നമ്മുടെ മനസ്സിൽ ഇറങ്ങണമെങ്കിൽ തുറന്ന മനസ്സുണ്ടാകണം, കേൾക്കാൻ റെഡിയായി നിന്നാലേ കഴിയുള്ളൂ. അതേപോലെ നല്ല കേൾവിക്കാരനാകണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖുർആൻ ഓതുമ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമുക്കറിഞ്ഞത് അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഖുർആൻ ഓതുന്നത്, അള്ളാഹുവിൻ പറയുന്നത് നമുക്ക് കേൾക്കാനാണ്. രണ്ടും രണ്ടാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഖുർആനിൽ ഒരു ആയത്ത് ഓതുമ്പം നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അറിഞ്ഞതിനെ സ്ഥിരപ്പെടുത്താനല്ല നമ്മൾ ഖുർആൻ ഓതുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാണല്ലോ? എന്ന് വെച്ചാൽ നമുക്ക് കുറേ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളൊക്കെ പിന്നെ സ്ഥിരപ്പെടുത്താൻ നമ്മൾ ഖുർആൻ അന്വേഷിച്ചാൽ അതനുസരിച്ചിട്ടുള്ള ആയത്തുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഇങ്ങനെയല്ല ഖുർആൻ ഓതേണ്ടത്. നല്ല കേൾവിക്കാരനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതിനെ തൽക്കാലം അവിടെ വെച്ചിട്ട് അള്ളാഹ് പറയുന്നതിനെ ഓപ്പൺ മൈൻഡോട് കൂടി നമുക്ക് കേൾക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ അറിവുകൾ പൊളിയുള്ളൂ. അപ്പോഴാണ് ഖുർആൻ നമ്മളെ തകർക്കുകയുള്ളൂ. ഖുർആൻ ഈ എഫക്റ്റ്, നമ്മുടെ അറിവുകളെ തകർക്കണം ഖുർആൻ എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുറന്ന മനസ്സോടുകൂടി വായിക്കണം. ഞാൻ പറയുന്നത്, ഖുർആന് നമ്മെ തകർക്കാൻ നമ്മൾ നിന്ന് കൊടുക്കണം, എന്നാലേ ഖുർആൻ നമ്മളെ തകർക്കുള്ളൂ. ഒരു പർവ്വതം പോലെ ഉറച്ച മനസ്സോടുകൂടി ഉള്ള അറിവിനെ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ എന്ന് വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഖുർആൻ നമ്മുടെ ഉള്ളിൽ ഒരു തകർക്കൽ എഫക്റ്റും ഉണ്ടാകൂല. ഖുർആന് തകർക്കാൻ നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രമേ ഖുർആൻ നമ്മളെ തകർക്കൂ. വല്ലാത്ത അനുഭവമാണ് ആ തകരുമ്പോൾ. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൊട്ടിത്തകർന്ന് നമ്മൾ കരഞ്ഞു പോകുന്ന നിമിഷം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങുമ്പോൾ വല്ലാത്ത ഒരു അനുഭവമാണ്. സൂറ മാഇദയിൽ 83-ാമത്തെ ആയത്തിൽ ഈ പിന്നെ അഹ്ലുൽ കിതാബ് എന്ന് വെച്ചാൽ പിന്നെ ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിട്ട് മദീനയിൽ ഉണ്ടായിരുന്നതിൽ ചില ആൾക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നത്, വഇദാ സമിഉ മാ അൻസല ഇലർ റസൂലി തറാ അഅ്യുനുഹും തഫീലു മിനദ്ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ് എന്നാണ്. എന്ന് വെച്ചാൽ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഈ ഖുർആൻ കേൾക്കുമ്പം അവരുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നതായിട്ട് കാണാം. അതല്ല വിഷയം. എന്തുകൊണ്ടാണ് കണ്ണീര് വരുന്നത്? അറഫു മിനൽ ഹഖ്, അവർ സത്യം തിരിച്ചറിയുമ്പം അവർ കരഞ്ഞു പോകുന്നു എന്നാണ്. പലപ്പോഴും നിങ്ങൾ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ ചിലപ്പോൾ നമ്മളെ വല്ലാത്ത തിരിച്ചറിവ് നമുക്കുണ്ടാവും. നമ്മളെ കണ്ണിന്ന് നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. പക്ഷെ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് വളരെ ഓപ്പൺ മൈൻഡോടുകൂടി ഖുർആൻ ഓതണം. സൂറ സുമറിൽ ഈ ആയത്തുകളൊക്കെ ഖുർആനിൽ ഉണ്ട് തന്നെ പലപ്പോഴും മുസ്ലിങ്ങളായ ആൾക്കാർക്ക് വരെ ഭയങ്കര മതപരമായ വരണ്ട രീതിയിൽ നോക്കുമ്പോൾ ഖുർആൻ തന്നെ ഖുർആൻ എങ്ങനെയാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ എന്താണ്, എന്ത് എഫക്റ്റാണ് നമ്മളിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം സൂറ സുമറിൽ 21 മുതൽ 23 വരെ ആയത്തിൽ ആദ്യം അള്ളാഹു ഇസ്ലാം തന്നെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സ്വഭാവമായിട്ട് അള്ളാഹു പറയുന്നത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം എന്നാണ്. മനസ്സ് വിശാലമാക്കപ്പെട്ടവൻ,
അതായത് ഇസ്ലാമിന് വേണ്ടി മനസ്സ് വിശാലമാക്കപ്പെട്ടവനും ലിൽ ഖാസിയത്തി ഖുലൂബുഹും, പിന്നെ മനസ്സ് കഠിനമാക്കപ്പെട്ടവനും ഒരേപോലെയാണോ എന്ന് ചോദിച്ചതിന് ശേഷം അള്ളാഹു പറയാണ്, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി. അള്ളാഹു ഏറ്റവും അഹ്സനായിട്ടുള്ള ഏറ്റവും സുന്ദരമായ ആയത്തുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ആയത്ത് ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മനസ്സ് തുറന്ന് കേൾക്കാൻ തയ്യാറായിട്ട് സ്വന്തം അറിവുകളെ മാറ്റിവെച്ച് അള്ളാഹ്ക്ക് ഖുർആൻ തകർക്കാൻ നിന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓതിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഖുർആൻ ഒരു സാധാ മതഗ്രന്ഥമാണോ എന്ന് വിലയിരുത്തുക. തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അത് നിമിത്തം രോമാഞ്ചമണിയുന്നു എന്നാണ് മലയാളത്തിൽ അതിന് പറയാ. എന്ന് വെച്ചാൽ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ ഖുർആൻ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ കുറിച്ച് അതിറക്കിയ സൃഷ്ടാവ് പറയുന്നത് നമ്മുടെ ചർമ്മങ്ങൾക്ക് എന്ത് ചെയ്യും, വല്ലാത്തൊരു കോരിത്തെരിപ്പ്. അതറിയാണല്ലോ മലയാളത്തിൽ രോമാഞ്ചം എന്ന് പറയാ. അപ്പം ആ എഫക്റ്റ് ഉണ്ടാവുന്നു. എന്നിട്ട് നിർത്താതെ സുമ്മ തലീനു ജുലൂദുഹും വ ഖുലൂബുഹും ഇലാ ദിക്രില്ല, പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായി വിനീതമാവുകയും ചെയ്യുന്നു. തലയും ഇതൊന്നുമല്ല, അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും എന്താവുന്നു, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായിട്ട് വിനീതമാവുകയും ചെയ്യുന്നു. ഖുർആൻ ഓതുമ്പോൾ ഉള്ള എഫക്റ്റാണ്. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ നമ്മളിൽ ഉണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിൽ ഇത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇതിൽ തൊട്ടുടനെ അള്ളാഹു പറയുന്നത് ദാലിക ഹുദല്ലാ എന്നാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് ഉള്ളത്. ഇതാണ് അള്ളാഹിൻ്റെ ഹിദായത്തിൻ്റെ സ്വഭാവം എന്നുള്ളത്. ഈ എഫക്റ്റ് നമ്മളിൽ ഉണ്ടാകുന്നു എന്ന് ആലോചിക്കുക. സൂറ ബഖറയിൽ 74-ാമത്തെ ആയത്തിൽ അള്ളാഹു പിന്നെ ഹൃദയം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങിയാൽ സംഭവിക്കുന്നതിനെ വേറെ രീതിയിൽ കല്ലിനെ ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറത്തി ഔ അഷദ്ദു ഖസ്വ. 4 തരം ഹൃദയങ്ങളെയാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ ഹൃദയം കല്ല് പോലെ കട്ടിയായി പോയ ഹൃദയം. രണ്ടാമത്തെ ഹൃദയത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് വ ഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ എന്നാണ്. പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകാറുണ്ട്. ഇത് ഖുർആൻ ആയത്താണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിനെ കുറിച്ച് അള്ളാഹിന്റെ ശൈലിയാണ് പറയുന്നത്. ചില ഹൃദയങ്ങൾ കല്ല് പോലെ കട്ടിയായി പോകും. ഒരു കരച്ചിൽ വരൂല, കണ്ണിൽ നിന്നൊന്നും വരൂല, അള്ളാഹിന്റെ മനസ്സിൽ ഒന്നും അറിയ പോലും ഇല്ലാതെ പോവും. പക്ഷെ ചില ഹൃദയങ്ങൾ എങ്ങനെയാണ്, വ ഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ദൈവത്തിന്റെ ഓർമ്മയാൽ നിറഞ്ഞൊഴുകുന്ന ഹൃദയം. പാറകളിൽ ചിലതിൽ നിന്നും നദികൾ പൊട്ടി ഒഴുകാറുണ്ട്. ഇനി മറ്റൊരു ഹൃദയത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ചിലത് പിളർന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യും, വെള്ളം പുറത്തു വരും. ചിലത് പിളർന്ന് വെള്ളം പുറത്തു പോകും. അങ്ങനെയല്ല, ചില സമയത്ത് ഹൃദയം കട്ടിയാണെങ്കിലും തറാവീഹിന് ചില ഓത്തുകൾ നമ്മൾ കേൾക്കുമ്പം എവിടുന്നോ അറിയാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കരഞ്ഞു പോകും. എന്നിട്ട് നാലാമത്തെ ഒരു തരം ഹൃദയത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ല, ചിലത് ദൈവഭയത്താൽ താഴോട്ട് ഉരുണ്ട് വീഴുകയും ചെയ്യും എന്നാണ്. ഖുർആനാണ്, ഖുർആന്റെ ശൈലിയാണ്. എന്ന് വെച്ചാൽ അള്ളാഹു പറയുന്നത് അള്ളാഹിന്റെ വചനങ്ങൾ ഓതേണ്ടതുപോലെ ഓതിയാൽ നിങ്ങളുടെ ഹൃദയം കട്ടിയായിരിക്കെ തന്നെ ചിലപ്പം എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിറ്റ് തെളിനീര് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം അത് വീണ് ഉരുളും എന്ന് പറയുന്നത് നമ്മളോട് ആലോചിക്കേണ്ടത് നമ്മളിൽ ഈ ഇമ്പാക്റ്റ് ഖുർആൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ്. ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ചരിത്ര രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒന്നാണ് അബൂ സുഫിയാനും അബൂജഹലും ഒക്കെ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ഓത്ത് കേൾക്കാൻ വേണ്ടി, ഇതിനെ എതിർക്കാൻ വേണ്ടി കേൾക്കാൻ ഒരു വട്ടം പോവുകയും പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് 2ാമത്തെ രാത്രി പോവുകയും പിന്നീട് 3ാമത്തെ രാത്രിയും പോകുന്ന ചരിത്ര സംഭവം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ വലീദ് ബിൻ മുഗീറ പിന്നെ സൂറ ഗാഫിറിന്റെ തുടക്കം നമ്മളൊക്കെ എത്രയോ തവണ ഓതിയിട്ടുണ്ടാവും. അദ്ദേഹം ഇത് ഓതിയിട്ട് ആകെ സ്തംഭനായിട്ട് എന്താണ് ഈ ഓതിയത് എന്നുള്ളതും അതിനെ മഹത്വപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ആ ആയത്ത് ഞാൻ ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം, ഈ ഗ്രന്ഥം ഇറക്കിയത് അസീസും അലീമുമായിട്ടുള്ള അള്ളാഹുവാണ്.
എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാണ് എന്ത്? ഗാഫിറു ദംബി വ ഖാബിലു തൗബി ഷദീദുൽ ഇഖാബ്. എന്നിട്ട് അള്ളാഹുവിനെ വിവരിക്കുന്ന ആയത്തുകളാണ്. ഇത് കേട്ട ആ പ്രദേശത്തെ എന്ന് വെച്ചാൽ വിശ്വാസിയല്ലാത്ത ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ് ആ പറയുന്നത്. അതേപോലെ നമുക്ക് അറിയാവുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ്. 2 ആയത്തുകളെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒന്ന് നമുക്ക് എപ്പോഴും അറിയുന്നതാണ്, ത്വാഹ എന്നുള്ള ഈ സൂറത്ത്. ശരിക്കും നമ്മൾ ഈ സൂറത്തിന് മറ്റായത്തുള്ള അത്ര കട്ടിയുമില്ല. ഇത് ശരിക്കും ഓതേണ്ടതുപോലെ ഓതിയാൽ നമ്മൾ തന്നെ നമ്മുടെ കണ്ണിൽ തന്നെ വെള്ളം വരുന്നതായിട്ട് കാണാൻ പറ്റും. ത്വാഹ, പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ക, നിനക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നത് നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നിന്നെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടിയിട്ടല്ല എന്ന ആയത്ത് കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു അടിമ, ആ അടിമയോട് ആ സൃഷ്ടാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ആയത്താണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാനല്ല ഈ ആയത്ത്, ഈ ഖുർആൻ ഇറക്കിയത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും മനസ്സ് തുറന്ന് കേൾക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കല്ലാണെങ്കിൽ പോലും പർവ്വതമാണെങ്കിൽ പോലും അതെന്ത് ചെയ്യും? പൊട്ടിത്തകരും എന്നുള്ളത് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ തന്നെ ഒരു സഹാബിയോട് ഖുർആൻ ഓതിത്തരാൻ പറയുകയും ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹഉലാഹി ഷഹീദ. മഹ്ശറയിലെ രംഗാണ്. എന്ന് വെച്ചാൽ എല്ലാ ഉമ്മത്തിനും ഒരു സാക്ഷിയെ കൊണ്ടുവരികയും നിന്നെ ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി കൊണ്ടുവന്നാലും എങ്ങനെ ഉണ്ടാകും പ്രവാചകരെ എന്ന ഖുർആൻ ആയത്ത് ആ സഹാബി പ്രവാചകന് ഓതി കൊടുത്തപ്പോൾ പ്രവാചകൻ ആ സഹാബിന്റെ കൈ പിടിച്ചിട്ട് മതി, ഇനി ഓതണ്ട എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? മഹ്ശറയിൽ പോയി നിൽക്കുന്ന രംഗവും അതിൻ്റെ ഗൗരവവും പ്രവാചകന്റെ ഉള്ളിലിറങ്ങുന്നതുകൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ട് കരയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിത് മനസ്സിലാകുന്നില്ല, 2 നമുക്ക് മനസ്സുകൊണ്ട് അവിടെ എത്തുന്നതിൻ്റെ ഗൗരവം നമ്മളിൽ ഉണ്ട്. അപ്പം എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞതുപോലത്തെ പർവ്വതമായിരിക്കും, പക്ഷെ ഖുർആൻ ഇറങ്ങിയാലും എന്ത് സംഭവിക്കൂല? അത് തകരുകയില്ല എന്നുള്ളതാണ്. സൂറ മറിയമില് സൂറ മറിയം നിങ്ങൾ വായിച്ചാണെങ്കിൽ കുറേ പ്രവാചകന്മാരുടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരെ പറയുന്നുണ്ട്. അവസാനം ഇതൊക്കെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഹർറു സുജ്ജദൻ വ ബുക്കിയ എന്നാണ്. ആ എല്ലാ പ്രവാചകന്മാരുടെയും സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരെ വായിച്ചു കേൾപ്പിച്ചാൽ അവർ സുജൂദ് ചെയ്ത് കരഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? സുജൂദ് ചെയ്യും എന്നുള്ളത് പ്രവാചകന്മാരുടെ ഇതാണ്. അപ്പൊ ഇതാണ് ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങിയാൽ അത് തകരും എന്നതിനെ നമ്മൾ നമ്മുടേതായ വായിക്കേണ്ടത്. വാണിദാസ് ഇളയാവൂറിന്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് ഖുർആന്റെ മുന്നിൽ വിനയാന്വിതം എന്നാണ്. പെർഫെക്റ്റ് വാചകമാണ്. അങ്ങനെ ഖുർആന്റെ മുന്നിൽ നിന്നാലേ ഈ തകർച്ച നടക്കുള്ളൂ, വിനയം അങ്ങേയറ്റത്. അതിൽ അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ ആമുഖത്തിൽ പറയുന്നത്, ഖുർആനിക ദർശനം വിടർത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് എന്ന് വെച്ചാൽ അത്രയും സൗന്ദര്യത്തിന് മുന്നിൽ ഒന്നും തിരിയാത്ത ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ തരിച്ചു നിന്നു എന്നാണ്. നമ്മളെ അറിവിൻ്റെ ഭയങ്കര ഭാണ്ഡം കൊണ്ട് നമുക്ക് ഈ തരിക്കലോ എന്തായി പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. ഖുർആന്റെ അറിവുകൾ ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ തരിച്ചു നിന്നു, വിനയാന്വിതം. എന്നിട്ട് പറയാണ്, ഖുർആൻ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ആഘാതത്തിന് അക്ഷരരൂപം നൽകുകയാണ് ഞാൻ. ആ ബുക്കിൽ അദ്ദേഹം ലാസ്റ്റ് പറയുന്നത് പ്രാർത്ഥന ഇത് മാത്രമാണ് എന്ന് വെച്ചാൽ നമ്മളോട് ആരും ഇതിൽ ധിക്കാരം കാണിക്കരുത് വിനയമല്ലാതെ എന്നാണ്. ധിക്കാരം കൊണ്ട് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല വിനയമല്ലാതെ എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളോട് ചോദിക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആദ്യത്തെ ഉത്തരം നമ്മുടെ ഉള്ളിൽ വരിക അറബി അറിയില്ല എന്നുള്ളതാണ്. അറബി അല്ല പ്രശ്നം, അറബി അറിയാത്തതല്ല പ്രശ്നം, ആഗ്രഹമില്ലാത്തതാണ് പ്രശ്നം. കാരണം ഇത് ഏതോ ഒരു അറബി ഗ്രന്ഥമല്ല, ഇത് സൃഷ്ടാവ് സൃഷ്ടികൾക്ക് ഇറക്കിയ ഗ്രന്ഥമാണ്. അതിൻ്റെ ഓരോ വാക്കുകളും ഹൃദയഭാഷ്യമാണ്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാനെ അറിയണമെന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. അത് മനസ്സിലാക്കാനുള്ള ധാരാളം റിസോഴ്സുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതിലേക്ക് ജസ്റ്റ് അള്ള പറഞ്ഞ പോലെ ഒന്ന് നടന്നാൽ തന്നെ അള്ളാഹു എന്ത് ചെയ്യും? നമ്മുടെ അടുത്തേക്ക് ഓടി വരും. പക്ഷേ എന്താണ്, നമുക്ക് എവിടെയോ ഇനി നമ്മൾ തകരാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വലിയ പ്രശ്നമാണ്. നമ്മൾ ഖുർആൻ ഓതുന്നത് പലപ്പോഴും നമുക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തമില്ല
എന്നതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്. എന്ന് വെച്ചാൽ ഖുർആൻ നമ്മൾ ഓതി തീർക്കണം, പക്ഷെ അത് മനസ്സിലാക്കാൻ ഏതോ പണ്ഡിതൻ നമുക്ക് പറഞ്ഞു തരുമെന്നാണ്. ഖുർആൻ്റെ ഓരോ ആയത്തും നമ്മളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തോടാണ് ഖുർആൻ സംസാരിക്കുന്നത്, എൻ്റെ സൃഷ്ടാവ് എന്നോടാണ് എന്ന ബോധത്തിൽ ഓതിയാലേ ഖുർആനിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് കാണാൻ പറ്റും. ഇനി ഒന്നാമത്തെ പോയിന്റ് അതാണ്, ഖുർആൻ തകർക്കുന്നത് നമ്മുടെ അറിവുകളെയാണ്. രണ്ടാമത് ഖുർആൻ തകർക്കുന്നത് നമ്മളെ തന്നെയാണ് ഖുർആൻ തകർക്കുന്നത്. നമ്മുടെ ഈഗോ, നമ്മൾ തന്നെയാണ്. അള്ളാഹുവിനും നമുക്കുമിടയിൽ നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തകരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആദ്യം നടക്കുന്നത്. നമ്മളെ ഈഗോ തകരലാണ് ആദ്യം നടക്കേണ്ടത്. ദൈവവിശ്വാസത്തിൻ്റെ തുടക്കം നമ്മളൊന്നുമല്ല എന്നറിയുന്ന ഇടത്തു നിന്നുകൊണ്ടാണ്. നമ്മളൊന്നുമല്ല, നമ്മൾ വളരെ നിസ്സാരരാണ്, നമുക്ക് കുറേ പരിമിതികളുണ്ട് എന്നറിയുന്നിടത്താണ് സൃഷ്ടാവിനെ കണ്ടെത്താൻ നമുക്ക് തുടങ്ങാൻ പോലും കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഖുർആൻ നമ്മളെ അങ്ങനെ തകർക്കുന്നത്, നമ്മളെ തന്നെ തകർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഖുർആൻ ശ്രദ്ധിച്ചാൽ ഖുർആൻ നിരന്തരം നമ്മുടെ നിസ്സാരത നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. ഖുർആനിലെ സൂറ ഇൻസാനിലെ തുടക്കത്തിലെ ആയത്ത്, ഈ ആയത്ത് എങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ കഴിയും അങ്ങനെയൊക്കെ ആലോചിക്കേണ്ട ആയത്താണ്. അത്രയും സൗന്ദര്യമുള്ള പ്രയോഗമാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ എന്നാണ്. അള്ളാഹു ചോദിക്കുന്നത്, ദഹ്റ് എന്ന് പറയുന്നത് കാലമാണ്, അനന്തകാലമാണ്. അതിൽ ഹീൻ എന്ന് പറയുന്നത് ഒരു നിമിഷമാണ്. ഈ അനന്തകാലത്തിൽ നമ്മളിവിടെ ഇല്ലാതിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടില്ലയോ എന്നാണ് നമ്മളൊന്നുമല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ലയോ എന്ന് നമ്മളോട് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹ് ആദ്യം ചിന്ത കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെ ഇല്ലാത്തൊരു കാലം. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, നമ്മളിങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ തന്നെ ഇല്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ആലോചിക്കാൻ അള്ളാഹ് പറയുന്നു ആദ്യം തകരുന്നത് നമ്മളാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജ്. അതിൻ്റെ തൊട്ടുടനെ പറയുന്നത് ഞാൻ നിങ്ങളെ ഉണ്ടാക്കിയത് മിശ്രിതമായ ഒരു ദ്രാവകത്തിൽ നിന്നാണ്. നബ്തലിഹി, പരീക്ഷിക്കാൻ വേണ്ടി. എന്നിട്ടുള്ള പ്രയോഗം ശ്രദ്ധിക്കട്ടെ, ഫജഅൽനാഹു, നാം നിങ്ങൾക്ക് തന്നു, സമീഅൻ ബസീറ. അപ്പൊ ഒന്നുമില്ലാതിരുന്നു, നാമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഓരോന്നും തന്നത് എന്ന് പറയുമ്പോൾ ആദ്യം തകരുന്നത് എന്താണ്, നമ്മളാണ് എന്നാണ്. സൂറ വാഖിയയിൽ നമ്മൾ തകർന്നില്ലാതായി പോകുന്ന ആയത്തുണ്ട്. എന്ന് വെച്ചാൽ ഇത് പറയുന്നത് ആരെ കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിയന്ത്രണവും എനിക്ക് വേണ്ട, ഒരു നിയമവും എനിക്ക് വേണ്ട എന്ന് പറയുന്നവരോട് അള്ളാഹു സൂറ വാഖിയയിൽ 83 മുതൽ 87 വരെയുള്ള ആയത്തിൽ ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പിടിച്ചു നിർത്താൻ കഴിയാത്തത്? നിങ്ങൾ വൻ സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത്? വ അൻതും ഹീന ഇതിൻ തൻദുറൂൻ, ഭയങ്കര പ്രയോഗമാണ്. നിങ്ങൾ അന്നേരത്ത് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ ഉപ്പ, നിങ്ങൾ ആ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണത് പിടിച്ചു വെക്കാൻ കഴിയാത്തത്? വ നഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളെക്കാൾ അന്നേരം അയാളുടെ അടുത്ത് ആരാണ്? അള്ളാഹു ആണ്, നിങ്ങൾക്കത് കാണുന്നില്ല. ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ, അപ്പൊ നിങ്ങൾ ഒരു നിയമത്തിനും വിധേയരാകാത്തവരാണെങ്കിൽ തർജിഊനഹ, അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവാ, ആ ജീവൻ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവാ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന കുറേ ആയത്തുകൾ ഖുർആനിൽ ചെയ്യുന്നത് നമ്മളെ തകർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ആയത്ത് വായിക്കുമ്പം എവിടെയോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടൽ കേൾക്കുന്നില്ലെങ്കിൽ, എവിടെയോ ഒരു തകർച്ച കേൾക്കുന്നില്ലെങ്കിൽ, എവിടെയോ ഒന്നുമല്ലാതായി പോകുന്ന ഫീലിംഗ് വരുന്നില്ലെങ്കിൽ, നമ്മളിൽ എവിടെയാണ് ഖുർആനിക ചിന്ത ഉള്ളത്, ഖുർആൻ എവിടെയാണ് ഇറങ്ങുന്നത് എന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. ഈ ആയത്ത് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, സ്വയം ഒന്നുമല്ലാതെ ആകുന്നത് മോശം കാര്യമല്ല എന്നുള്ളതാണ്. ഇത് വലിയ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നമ്മളൊന്നുമല്ല എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഒന്നുമല്ലാതാകും. ഖുർആൻ പറയുന്നത് എന്താണ്? ആ തകർച്ചയിൽ നിന്നാണ് നമ്മൾ വളരാൻ തുടങ്ങുക എന്നുള്ളതാണ്. മറ്റേത് മിഥ്യയായിട്ടുള്ള ഒരു 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 നിപ്പാണ്. ഒന്ന് തകരുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ വളരാൻ തുടങ്ങുക. ഒരു കോട്ടിൽ പറയുന്നത്, ചില ഇൻസിഡൻസ് നമ്മളെ ഇറ്റ് വിൽ ബ്രേക്ക് യുവർ ഹാർട്ട് ബട്ട് ഓപ്പൺ അപ്പ് യുവർ വിഷൻ എന്നാണ്. എന്ന് വെച്ചാൽ
ചില സംഭവങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഹൃദയത്തെ തകർക്കും, പക്ഷെ നിങ്ങളുടെ കാഴ്ചയെ ശരിയാക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഖുർആൻ ഇവിടെ ആകുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ തകർച്ചയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകാൻ തുടങ്ങുക. ഒന്നുമല്ല എന്ന് തിരിച്ചറിയുമ്പം ലോകം വിശാലമാകാൻ തുടങ്ങും. പിന്നെ അവസാനമായിട്ട് റൂമിയുടെ ഈ വിഷയത്തിൽ തന്നെ റൂമിനെ ഞാൻ 2-3 പ്രാവശ്യം കോട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ നമുക്ക് ധാരാളം ഹൃദയം ടച്ച് ചെയ്യുന്നത് ഉള്ള വരികളും വർത്തമാനങ്ങളും പ്രത്യേകിച്ചും സൂഫി ഏരിയകളിലാണ് നമുക്ക് കാണാൻ കഴിയുക. റൂമിയുടെ ഈ വിഷയത്തിലൊരു ഈ വീട് തകർക്കപ്പെടണം. അദ്ദേഹം അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ഈ വീട് എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിൽ ആറ്റുനോറ്റുണ്ടാക്കിയ ബിൽഡപ്പ് ചെയ്ത എന്താണോ അതിനെക്കുറിച്ചാണ് വീട് എന്ന് പറയുന്നത്. ഈ വീട് തകർക്കപ്പെടണം. അതിൻ്റെ അടിയിൽ കുഴിച്ചിടപ്പെട്ട വൈരക്കല്ല് കൊണ്ട് ഇനിയും 1000 പുതിയ വീടുകൾ പണിയാം. ഈ വീട് തകർക്കപ്പെടണം. അതിൻ്റെ അടിയിൽ കുഴിച്ചിടപ്പെട്ട വൈരക്കല്ല് കൊണ്ട് ഇനിയും 1000 വീടുകൾ പണിയാം. അതിനാദ്യം എന്ത് ചെയ്യണം? ഈ വീട് തകർക്കപ്പെടണം. എന്ത് തന്നെയായാലും ഇന്നോ നാളെയോ ഇത് തകർന്നു വീഴുക തന്നെ ചെയ്യും. നമ്മൾ തകർത്തിട്ടില്ലെങ്കിലും ഇതെന്ത് ചെയ്യും? ഇത് തകർന്നു വീഴുക തന്നെ ചെയ്യും. ഉള്ളിലെ നിധിയാണ് സ്വയം തകർക്കുന്നതിന് നിങ്ങൾക്കുള്ള പ്രതിഫലം. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന നിധിയാണ് സ്വയം തകരാൻ നിന്നു കൊടുത്താൽ നിങ്ങൾക്കുള്ള പ്രതിഫലം. നിങ്ങൾ കാത്തിരുന്നാൽ ഇത് മുന്നേ ചെയ്തില്ലല്ലോ എന്നോർത്ത് ഒരു നാൾ നിങ്ങൾ ദുഃഖിക്കും എന്നാണ് റൂമി അതിൽ പറയുന്നത്. അപ്പം ഈ ആയത്തിൻ്റെ ഒരു പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ഖുർആന് തകരാൻ വേണ്ടി മനസ്സ് നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അറിഞ്ഞതിൽ നിന്നും മോചനം നേടാൻ, അറിഞ്ഞത് മാറ്റിവെച്ചുകൊണ്ട് അള്ള പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് വേണം. 2, സ്വയം ഇല്ലാതാകാനുള്ള ഈഗോ ഇല്ലാതാക്കാനുള്ള ഒരു ധൈര്യവും സത്യസന്ധതയുമാണ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മൾക്ക് ഖുർആൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനും അതിലൂടെ സ്വയം തകരാനും അതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹത്താൽ ഉയർന്നെണീക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് സഹായവും അവർക്ക് സ്ഥൈര്യവും ശക്തിയും അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.